ശ്രീ എൻ ഷംസുദ്ദീൻ, അങ്ങേക്ക് 15 മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. സർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ നിരന്തരം RSS നേതാക്കന്മാരെ മണിക്കൂറുകളോളം കണ്ട് ചർച്ച നടത്തുകയും അത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളുടെ ഇൻ്റലിജൻസ് ആഭ്യന്തര വകുപ്പിന് ഇങ്ങനൊരു സംഗതി നടന്നു എന്നുള്ള വിവരം കൊടുത്തിട്ടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഴ്ചകൾക്ക് മുമ്പ് ഇതിൽ കൃത്യമായ പത്രസമ്മേളനം നടത്തി വിവരം പറഞ്ഞിട്ടും ഈ അടുത്തിടെ ഒരു ഭരണകക്ഷി MLA ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞിട്ടും ആരോപണ വിധേയനായ ADGPയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരായിട്ടാണ് സാർ ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. സർ, ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? ഈ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSSന്റെ നേതാവ് ദത്താത്രേയ ഹൊസ്ബളയെ കഴിഞ്ഞ 2023 മെയ് മാസം തൃശ്ശൂരിലെ RSS ക്യാമ്പിൽ പോയിട്ട് കാണുകയാണ്. RSS ക്യാമ്പിൽ പോയി കണ്ട് അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മണിക്കൂറോളമാണ് സാർ. പിന്നീട് 10 ദിവസത്തിന് ശേഷം RSSന്റെ മറ്റൊരു ചീഫ്, ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് ശ്രീ റാം മാധവിനെ കോവളത്ത് പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തുന്നു. വീണ്ടും ആ ചർച്ചയുടെ തുടർ ചർച്ച നടക്കുന്നു. 2 തവണയാണ് ADGP, ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി RSSന്റെ റാം മാധവ് എന്ന് പറയുന്ന തലവനുമായിട്ട് 2 തവണയാണ് ചർച്ച നടത്തുന്നത്. സർ, ഇത് സർക്കാരിന്റെ മുമ്പിൽ ഇന്റലിജൻസ് റിപ്പോർട്ടായിട്ട് വന്ന് സ്വാഭാവികമാണ്. നമ്മുടെ പോലീസ് ഇന്റലിജൻസ് അത്ര മോശമൊന്നുമല്ല. ആരുടെ ഭാഗത്ത് വരുന്ന വീഴ്ചകളും അവർ ചൂണ്ടിക്കാണിക്കും. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഈ ഉദ്യോഗസ്ഥനോട് എന്തിനാണ് നിങ്ങൾ RSSന്റെ തലവന്മാരെ, RSSന്റെ നേതാക്കന്മാരെ നിരന്തരം കാണുന്നത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഈ ഗവൺമെന്റിനുണ്ടായില്ല. ഈ ഗവൺമെന്റ് അത് ചെയ്തില്ല. മുഖ്യമന്ത്രി ചോദിച്ചില്ല, ആഭ്യന്തരമന്ത്രി ചോദിച്ചില്ല. സർ, ഒരു നടപടിയും സ്വീകരിച്ചില്ല. എങ്ങനെ ചോദിക്കും? സന്ദർശനം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാകുമ്പോ, അജിത് കുമാർ ദൂതനാകുമ്പോ ചോദിക്കാൻ പ്രയാസമുണ്ടാവും. അപ്പോഴാണ് ഈ കള്ളക്കളികൾ ഇങ്ങനെ പുറത്തു വരുന്നത്. സാർ, ഇതിവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ മറ്റൊരു നേതാവ് വത്സൻ തില്ലങ്കേരിയുമായിട്ട് ADGP കൂടിക്കാഴ്ച നടത്തിയത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ വെച്ചാണ്. ആ കൂടിക്കാഴ്ച നടത്തിയതിന് അപ്പം തന്നെ ഫലം ഉണ്ടായി. അവിടെ വൈറ്റുകാട് 10,000ങ്ങൾക്ക് ദിവസവും ആളെന്ന് ആരെന്ന് നോക്കാതെ ഭക്ഷണം കൊടുത്തിരുന്ന ഹോട്ടൽ അപ്പം പൊട്ടിച്ചു. ഈ ADGPയുടെ നിർദ്ദേശപ്രകാരം ആ കൂടിക്കാഴ്ചക്ക് ശേഷം ആ ഭക്ഷണശാല സർ അപ്പം പൊട്ടിച്ചു. ഇത് ഞങ്ങൾ പറയുന്നതല്ല. CPIയുടെ ജില്ലാ സെക്രട്ടറി EJ ബാബു അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പരാതി കൊടുത്തു. ഇവിടെ എനിക്ക് ശേഷം CPIയുടെ പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്. പറയണം, അവര് നിങ്ങൾ പറയണം. EJ ബാബു പരാതി കൊടുത്തു സംസ്ഥാന നേതൃത്വത്തിന്. അതിന് ഒരു പരിഹാരവും ഉണ്ടായില്ല. സർ, നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് ഇപ്പൊ പടിയിറങ്ങി വന്ന MLA എന്തൊക്കെയാ പറഞ്ഞത്? ഇതൊന്നും ഞങ്ങളുടെ സൃഷ്ടിയല്ലല്ലോ. ഇത് ഞങ്ങൾ മുമ്പ് പറഞ്ഞതിന് അദ്ദേഹം അടിവരയിടുകയാണ്. കൂടെ കിടന്നവരല്ലേ രാപ്പനി അറിയൂ. വളരെ കൃത്യമായിട്ട് നിലമ്പൂരിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പറയുന്നതല്ല, അപ്പുറത്തുള്ളവര് പറഞ്ഞതാണല്ലോ. എന്തൊക്കെ പറഞ്ഞത്? ഈ ADGP സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. ഈ ADGP സ്വർണം പൊട്ടിക്കൽ നടത്തുന്നുണ്ട്. ഞാൻ ആദ്യം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കി. അപ്പൊ എയർപോർട്ടിന് പുറത്ത് കടന്നാലാണ് പൊട്ടിക്കൽ, എയർപോർട്ടിൽ കൂടി വരുമ്പോഴാണ് കടത്തല്. ഏതായാലും ആവട്ടെ, അങ്ങനെ പൊട്ടിക്കൽ നടത്തുന്നു. സർ, എന്നിട്ട് അതിനെക്കുറിച്ച് പരാതി വന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരെ ഡൽഹിയിൽ പോയിട്ട് ദ ഹിന്ദു പത്രത്തിനൊരു അഭിമുഖം തയ്യാറുണ്ടാക്കണം. അത് അവർ സംഘടിപ്പിച്ച പത്രസമ്മേളനമാണ്. നമുക്കറിയാലോ. അതിൽ വെച്ചിട്ട് എന്താ അദ്ദേഹം പറഞ്ഞത്? കോഴിക്കോട് എയർപോർട്ടിൽ വഴി ഹവാല പണവും അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ വന്നിട്ട് ഇത് മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ആര് തന്നു നിങ്ങൾക്ക് ഈ വിവരം? മലപ്പുറത്തെ പാവപ്പെട്ട ജനതയെ അവഹേളിക്കുന്ന ഈ വിവരം നിങ്ങൾക്ക് ആര് തന്നു?
എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ്, എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് മലപ്പുറത്ത് നടന്നത് എന്ന് അങ്ങ് വ്യക്തമാക്കണം. വെറുതെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ ജനതയെ മുഴുവനും അവഹേളിച്ചുകൊണ്ട് അങ്ങനെ പോവാൻ കഴിയില്ല സർ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം വരുന്നുണ്ടെങ്കിൽ സ്വർണം വരുന്നുണ്ടെങ്കിൽ അത് തടയേണ്ട വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ളതാണ്. അതിന് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു. അത് തടയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് ആ കോഴിക്കോട് എയർപോർട്ടിൽ വരുന്ന സ്വർണം മുഴുവൻ മലപ്പുറത്തേക്കാ പോകണം നിങ്ങളോട് ആരാ പറഞ്ഞത്? കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം വന്നാൽ കേരളത്തിന് നാനാഭാഗത്തേക്ക് പോകാം, കർണാടകയിലേക്ക് പോകാം, തമിഴ്നാട്ടിലേക്ക് പോകാം. എന്നിട്ട് അതിന് മുഴുവനും മലപ്പുറത്തെ പാവപ്പെട്ട ജനതയെ ക്രൂശിക്കുകയാണ് നിങ്ങൾ ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, PR ഏജൻസി എഴുതി ചേർത്തതാണെന്ന്. ഈ അഭിമുഖം സംഘടിപ്പിച്ചവരെന്നെയാണ് ഇത് എഴുതി ചേർക്കാൻ അവർക്കാരാ വിവരം കൊടുത്തത്? ഞാൻ കൃത്യമായിട്ട് ആരോപിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇങ്ങനെ എഴുതി ചേർക്കണമെന്ന് ആ PR ഏജൻസിക്ക് വിവരം കൊടുത്ത്. എന്നിട്ട് മുഖ്യമന്ത്രി എത്ര നിരുത്തരവാദകരമായിട്ടാണ് പറയുന്നത്. ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോ ആരോ അവിടെ വന്നിരുന്നു എന്ന്. ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോ ആരോ വന്നിരുന്നു എന്ന്. എവിടെ പോയി കടക്ക് പുറത്ത് വേറെ ആര് വന്നാലും അത് പറയുമായിരുന്നല്ലോ. അത് പറഞ്ഞില്ല, അവരെ അവിടെ ഇരുത്തി. എന്നിട്ട് ഈ സംഗതികളെല്ലാം പറയിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, എഴുതി ചേർത്താണ്. ഞാൻ പറയട്ടെ, 2024 സെപ്റ്റംബർ 21 മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്വർണം വരുന്നത് ഒരു ജില്ലയുടെ പേര് മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. വേറെയും ജില്ലകളുണ്ട്. സംസ്ഥാനത്ത് ക്രൈം റേറ്റ് കൂടുതലുള്ള ജില്ല ആ ജില്ല അല്ല. എന്നിട്ടും നിങ്ങളത് പറഞ്ഞു. എങ്ങനെ മലപ്പുറത്ത് അവഹേളിക്ക് അതിനു മുമ്പുള്ള സംഘപരിവാറിന്റെ ആസൂത്രണമായിരുന്നു സുജിത് ദാസ് എന്ന് പറയുന്ന SP. ഇവിടെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഞങ്ങൾ അടിയന്തര പ്രമേയത്തിൽ ഉൾപ്പെടെ പലപ്പോഴും പറഞ്ഞു, ആ SP ആ ജില്ലയെ വികൃതമാക്കുകയാണ്, ഇല്ലാത്ത കേസുകൾ പെരുപ്പിച്ച് കാണിക്കുകയാണെന്ന്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആള് പുറത്തു വന്നിട്ടും അതെന്നെ പറയണത്. സുജിത് ദാസ് ADGPയുടെ സന്തത സഹചാരിയായിരുന്നു. അദ്ദേഹം ഇപ്പോ ഒരു CBI കേസിൽപ്പെട്ട് പുറത്താണ്. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, താമിർ ജഫ്രിയുടെ സംഭവത്തിൽ ഈ കാര്യം ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ സാർ, ആ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി കണക്ക് പറയുന്നുണ്ട്. ആ കണക്കിൽ എന്താ പറയുന്നത്? സംസ്ഥാനത്ത് പിടികൂടുന്നത് 147.79 കിലോ സ്വർണമാണ്. അത് മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. അതെ, അത് നിങ്ങളാണ് അതിന് ഉത്തരം പറയേണ്ടത്. മനസ്സിലായില്ലേ? എന്നിട്ട് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലാപ്പണവും വരുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കർക്കശമായി തടയും എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്ത് തടയാനാ? ഇതൊക്കെ നടത്തുന്നത് അജിത് കുമാറാണെന്ന് അൻവർ പറയണത്. പിന്നെ ഞങ്ങളോട് ചോദിക്കണേ, ഇതൊക്കെ നടത്തുന്നത് അജിത് കുമാറാണെന്ന് അൻവർ പറയുന്നത്. ഏതായാലും ഇവിടെ സംഘപരിവാറിന്റെ അജണ്ടക്കാണ് മുഖ്യമന്ത്രി വളം വെച്ചു കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മലപ്പുറത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ മുഖ്യമന്ത്രിയുടെ നടപടി വളരെയേറെ മോശമായി പോയി എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സർ. ഇത് ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ആരെ പ്രീണിപ്പിക്കാനാണെന്ന് ഞങ്ങൾക്കറിയാം അല്ലേ? നിങ്ങളിത് ഡൽഹിയിൽ ഇവിടെ ഉണ്ടല്ലോ സ്ഥലം ഹിന്ദു പത്രം, ദേശീയ പത്രം, അവിടെ പോയി പത്രസമ്മേളനം നടത്തിയതേ ആരെ പ്രീണിപ്പിക്കാനാണ്? ഇന്റർവ്യൂ തരപ്പെടുത്തിയതാണ്. ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ തരപ്പെടുത്തണം. സെൻട്രൽ കമ്മിറ്റിക്ക് പോയപ്പോ ഡൽഹിയിൽ വെച്ച് പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ആണ് അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഏജൻസിയാണ് ഈ സംഗതി കൂട്ടിച്ചേർത്തത്. ഇവിടെ TD സുബ്രഹ്മണ്യൻ ആരാണ്? ദേവകുമാർ എന്ന് പറയുന്ന ആലപ്പുഴയിലെ പഴയ MLA ആരാണ്? അദ്ദേഹം ഒക്കെയാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നത്. അങ്ങനെ എന്തിനാണ് നമ്മളെ സംസ്ഥാനത്ത് കൃത്യമായ ഒരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുമ്പോൾ വേറെ ചില PR ഏജൻസികളെ നിങ്ങൾ കൊണ്ടുവരേണ്ടി വന്നത്? ഇപ്പൊ സംഗതി വളരെ വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി CPM പ്ലേറ്റ് മാറ്റി ചവിട്ടുകയാണ്. മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എല്ലാത്തിനെയും മുസ്ലിം ന്യൂനപക്ഷത്തെ ക്രൂശിക്കുന്ന ഒരു സമീപനം. ന്യൂനപക്ഷ പ്രീണനമില്ല,
ഇനി ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് വർഗീയ പ്രീണനം നടത്താനാണ് ഞങ്ങളുടെ ലൈനെന്ന് ഇവിടെ വ്യക്തമാകുകയാണ്. അല്ലാങ്ങെ ഈ അസമയത്ത് ഒരു സംഗതി ഇല്ലാത്തൊരു കാര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്താവന പറയേണ്ട കാര്യം എന്താ? മലപ്പുറത്തെ ജനങ്ങളെ മോശമാക്കിയിട്ട് പറയാ. ഇത് അവിടുന്ന് സ്ഥിരമാണല്ലോ. ഇപ്പോ മുഖ്യമന്ത്രി പറയണത് കള്ളക്കടത്ത് എന്നാ. ഇതിനു മുമ്പ് വേറൊരാള് പറഞ്ഞു കോപ്പി അടിച്ചിട്ടാണ് അവിടുത്തെ കുട്ടികൾ പാസ്സാണ് അല്ലേ? വേറൊരാൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. മലപ്പുറത്തിന്റെ ഉള്ളകം വർഗീയമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഉള്ളടക്കം ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചപ്പോ പറഞ്ഞു ഉള്ളടക്കം വർഗീയമാണ്. മലപ്പുറത്തെ ജനതയെ ആക്ഷേപിക്കുന്നത് തരാതരം പോലെ നിങ്ങൾ നടത്താറുണ്ട്. ഇപ്പൊ നിങ്ങൾ ആ പ്ലേറ്റ് മാറ്റി. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഭൂരിപക്ഷ പ്രീണനമാണ് നിങ്ങളുടെ നയമെന്ന് ഇതുവഴി മനസ്സിലാകണം സാർ. നിങ്ങളുടെ ഭരണത്തിൽ RSSന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം മഞ്ചേശ്വരത്തെ കോഴക്കേസിൽ സുരേന്ദ്രൻ കുറ്റവിമുക്തനായി. മഞ്ചേശ്വരത്തെ കേസിൽ സർ ഇവിടെ വളരെ കൃത്യമായിട്ട് കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്. എന്താ ജഡ്ജ്മെന്റിൽ പറയുന്നത്? ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് this court does not have the jurisdiction to take cognizance of electoral offence punishable under section 171 clause E of IPC after the expiry of the period of limitation. ആരാ പീരിയഡ് എക്സ്പയർ ആക്കിയത്? ഈ കുറ്റപത്രം കൊടുക്കേണ്ടത് 1 കൊല്ലത്തിന്റെ ഉള്ളിലാണ്. 17 മാസം കഴിഞ്ഞിട്ടാണ് പിണറായിയുടെ സർക്കാരിന്റെ പോലീസ് കുറ്റപത്രം കൊടുത്തത്. സുരേന്ദ്രൻ ഊരിപ്പോരാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നു, ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ഇൻ ദ പ്രസന്റ് കേസ് no application has been filed by the prosecution to condone the delay. ഇവിടെ ഡിലേ ഉണ്ടായി. ആ ഡിലേ കണ്ടോൺ ചെയ്യാൻ ഒരു അപേക്ഷ പോലും കൊടുക്കാൻ പിണറായിയുടെ പോലീസ് മറന്നുപോയി എന്നുള്ളതാണ്. എന്തിനാ ഇവിടെ മറന്നുപോയി എന്നുള്ളതാണ്? ഇതാരെ സഹായിക്കാനാണ്? ഇവിടെ നിങ്ങൾ തമ്മിലുള്ള അന്തർധാര വളരെ ക്ലിയർ ആണ്. കൊടകര കുഴൽപ്പണ കേസ് അന്വേഷണം അട്ടിപ്പറിച്ചില്ലേ? കൊടകര കുഴൽപ്പണ കേസ് ആവിയായി പോയി അല്ലേ? അങ്ങനെ എത്ര സംഭവങ്ങൾ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സാർ. അതുപോലെ ഇപ്പോ ഇതൊക്കെ പറയുമ്പോ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദേഹാശ്വാസ്യവും മറ്റൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഇന്നിങ്ങനെ ഇത് 2 ദിവസം വന്നു എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. മുതിർന്ന ഒരാളാണ്. ആരോഗ്യപരമായ കാരണങ്ങൾ പരാമർശിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അസുഖം വരാം. ഇത്തരം പരാമർശങ്ങളൊന്നും ഒരു ശരിയായ രീതിയല്ല. അങ്ങനെ പോലൊരാൾക്ക് യോജിച്ചതല്ല. യെസ്, അവിടെ ഇരിക്കും. ചെയർ തന്നെ പറഞ്ഞു. അതിന്റെ മുകളിൽ നിങ്ങൾ പറയണ്ട. ചെയർ തന്നെ പറഞ്ഞല്ലോ. നിങ്ങൾ അവിടെ ഇരിക്കുക. ഭരണപക്ഷ ചെയർ തന്നെ പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തെ കളിയാക്കിയതല്ല. ചെയർ തന്നെ പറഞ്ഞല്ലോ. യെസ്, അങ്ങനെയുള്ള ഒരു ദിവസം ഇത്രയും വലിയ വിമർശനങ്ങൾ പറയേണ്ടി വന്നല്ലോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോഴേക്ക് നിങ്ങൾ അതിന്റെ പകുതിയിൽ കയറി പിടിക്കരുത്. ഇന്ന് എല്ലാവർക്കും അസുഖം വരും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരാളുടെ അസുഖത്തെ നമ്മൾ കളിയാക്കൂല. പക്ഷെ ഇന്നത്തെ ദിവസം ഇത് വന്നുപോയി എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആയല്ലോ, ഇന്നത് പറയേണ്ടി വന്നല്ലോ എന്നുള്ളിടത്താണ് ഞാൻ പറഞ്ഞത്. ഇരിക്കവിടെ എന്നുള്ളിടത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോ അജിത് കുമാറിനെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുകയാണ്. അജിത് കുമാറിനെതിരെ നടപടിയുടെ ഉത്തരവാണിത്. ഇതിൽ സാധാരണ ഒരു പോലീസ് ഓഫീസർക്കെതിരെ നടപടിയാണെങ്കിൽ അതിൽ ആ റിപ്പോർട്ടിനെ കുറിച്ചും നടപടിയിലേക്ക് നയിച്ച സാഹചര്യവും വിശദീകരിക്കും. ഒന്നുമില്ല, വളരെ ബ്ലാങ്കായിട്ട്. ഇത് നടപടിയാണോ എന്ന് പോലും സംശയമാണ്. ഇതിൽ ഒരു നടപടിയുമില്ല. ഇവിടെ എന്താ പറയുന്നത്? MR അജിത് കുമാർ IPS അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് ആസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ. ഒരു പ്രൊമോഷനാണ് കൊടുത്തത്. അപ്പോ ഇതൊരു നടപടി പോലുമല്ല. ഇത്ര വ്യക്തമായ സംഗതികൾ ഉണ്ടായിട്ടും ഈ ADGPക്കെതിരെ നടപടിയെടുക്കാതിരിക്കുന്നു. അതോടൊപ്പം തന്നെ DGPയുടെ കൃത്യമായ കണ്ടെത്തലുകളുണ്ട് എല്ലാ കാര്യത്തിനും. ഈ അന്വേഷണത്തിന് നിങ്ങൾ 3 ആളെ വെച്ചില്ലേ?
3 ആൾ അന്വേഷണത്തിന് വെച്ചല്ലോ, സമ്മർദ്ദങ്ങളുടെ ബഹളങ്ങളുടെ ഒക്കെ ഫലമായിട്ട്. എന്നിട്ട് ആ 3 ആളുടെ DGPയുടെ റിപ്പോർട്ട് ADGPക്കെതിരെ കൃത്യമായിട്ടുണ്ട്. ആ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കണം. ധൈര്യമുണ്ടെങ്കിൽ ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ ആ റിപ്പോർട്ട് ഈ സഭയുടെ മേശപ്പുറത്ത് വെക്കണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായി ADGPക്കെതിരെ പരാമർശമുണ്ട്. എന്നിട്ട് നടപടിയല്ല, അദ്ദേഹത്തിന് വളരെ വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഈ അന്വേഷണം നിങ്ങൾ പ്രഹസനമാക്കുകയാണ്. ഇവിടെ RSSനെ ഉപയോഗിച്ച് പോലീസ് ഈ സംസ്ഥാനത്തെ സാമുദായിക